ഇപ്പൊ ആളുകൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന രസകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് കസേര കളിയാണ്. സ്വന്തം കസേരയായിട്ട് ആളുകൾ ഇങ്ങനെ കയറി വരികയാണ്. കാര്യം ഇവിടെ ഓൾറെഡി നിരത്തിയിട്ടുള്ള കസേരകളൊക്കെ ആളുകൾ ഫുള്ളായി. അതുകൊണ്ട് തന്നെ എവിടുന്നോ കസേരയൊക്കെ ശേഖരിച്ചുകൊണ്ട് സ്വന്തം ഇരിപ്പിടം ഭദ്രമാക്കാനുള്ള ഒരു തിക്കും തിരക്കും അതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശം കൂടെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിജിൻ, എന്തായാലും വളരെ രസകരമായ കാഴ്ച, അതിനൊപ്പം ആവേശം അതിൻ്റെ ഒരു പാരമ്യതയിൽ എത്തിയിരിക്കുന്നു അല്ലേ? ഞാൻ പറയുന്നത് ഇന്നലെ വരെ നേതാക്കളാണ് ഈ കസേരയ്ക്ക് വേണ്ടി കസേര ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നെങ്കിൽ ഇന്ന് പ്രവർത്തകർ ആവേശത്തിൽ ഈ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടി ആ കസേര ഉറപ്പിക്കാനുള്ള സ്വന്തം കസേരയുമായി ഓടുന്നതാണ്. എന്തായാലും വലിയ ആവേശം. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വലിയ ആവേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെയോ നമ്മുടെ ക്രൂവിനൊക്കെ എത്താൻ വേണ്ടി താമസിക്കാൻ വേണ്ടി ആളുകൾ റൂം അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒന്നും റൂം ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച മുമ്പ് തന്നെ മുഴുവൻ റൂമും എല്ലാവരും എടുത്തു. എവിടുന്ന വരുന്നത്? കണ്ണൂര് കൂത്തുപറമ്പ് മണ്ഡലം. റൂമൊന്നും കിട്ടിയെങ്കിൽ എങ്ങനെ ഒരു ചില അഡ്ജസ്റ്റ് ആക്കിയിട്ട് താമസിച്ചു. ഒരാഴ്ച പാസ്സൊക്കെ നേരത്തെ കിട്ടിയിരുന്നു. പാസ്സൊന്നും പ്രശ്നം. ഇനി 2 മണിക്കൂറുണ്ട്. ഇപ്പോഴേ ശബ്ദം കളയണ്ട. 2 മണിക്കൂർ കൂടി പറയാൻ തയ്യാറ്. അതാണ് ആവേശം. അതാണ് കഴിഞ്ഞ 10 വർഷം നിശബ്ദരായിരുന്നു. അടിച്ചമർത്തലിനൊക്കെ ഉള്ള ഒരു അവസരം കൂടെ എന്നാലും അതൊക്കെ കളഞ്ഞുകൊണ്ട് ഇപ്പൊ പുതിയൊരു ആവേശം കിട്ടിയ പ്രവർത്തകരെ കൂടെ നമ്മളിതാ ഇവിടെ കൊണ്ട് കണ്ടിരിക്കുകയാണ്. അപ്പൊ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആവേശം അതിന്റെ ഒരു ഉച്ചസ്ഥായിൽ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാണ് കേട്ടോ. അപ്പൊ കസേരയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്ന ആളുകൾ കൂടെ ഉണ്ട്. നമുക്കൊന്ന് അവരിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ചടങ്ങിനായിട്ട് ഒരു പക്ഷേ എത്രയോ നേരത്തെയൊക്കെ വീടുകളിൽ നിന്ന് എത്തിയായിരുന്നു. ചേച്ചി എപ്പോഴാണ് എത്തിയത്? ഒരു മണിക്കൂർ നേരമായി. ഇന്നലെ രാത്രി പോകുന്നത് എവിടെന്നാ വരുന്നേ? ഞാൻ കൂത്താട്ടോളത്ത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടം UDF പ്രവർത്തകയാണ്. ആണ് കൗൺസിലറുമാണ്. അപ്പൊ സന്തോഷമുണ്ടല്ലേ? കൗൺസിലറും കൂടെയാണ്.